ഹായ്, എല്ലാവർക്കും കലിംഗ ഡിസൈനിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഒരു ലെഹങ്ക ബ്ലൗസ് കട്ട് ചെയ്യണ എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അത് വർക്കുള്ള ലെഹങ്ക തുണിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ കഴുത്തൊക്കെ നമ്മൾ വക്രമൊന്നും വെച്ച് ഉപയോഗിച്ചല്ല കഴുത്തടിക്കുന്നത്. അപ്പോൾ കഴുത്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും കണ്ട് മനസ്സിലാക്കി ബ്ലൗസൊക്കെ തയ്ക്കാൻ പഠിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലെഹങ്കയുടെ ബ്ലൗസിന് നമുക്ക് വേണ്ട ലെങ്ത്ത് 18 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 18 ഇഞ്ച് ലെങ്ത്തും നമ്മൾ 1 ഇഞ്ച് അടി മടക്കി അടിക്കാൻ 1 ഇഞ്ച് വേണം. പിന്നെ 1/2 ഇഞ്ച് മുകളിലും, അപ്പോൾ 19.5 ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. 20 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത്ത് എടുത്തേക്കുന്നത്. 20 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഷോൾഡർ വന്നിട്ട് ഒരു 7.5, 15 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അതിൻ്റെ പകുതി 7.5 നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ കൈക്കുഴി 7.5 തന്നെ മാർക്ക് ചെയ്യണം. ചെസ്റ്റ് വരുന്നത് 33.5 നമ്മൾ ശരീരത്തിൽ നിന്ന് അളവെടുത്തതാണ്. 33.5 ചെസ്റ്റ് വരുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 37.5 4 കൂട്ടുമ്പോൾ 33, 34, 35, 36, 37, 37.5 നമുക്ക് 4 കൂട്ടുമ്പോൾ ശരീരത്തിൻ്റെ അളവിനോട് കൂടി 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ലൂസ് ശരീരത്തിൽ ലൂസ് കൊടുക്കുന്നതാണ്. ആ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 37.5 വരുന്നത്. 37.5 പകുതി വരുന്നത് 18.75. 18.75 ഒന്നും കൂടി റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.25 ഒരു പോയിൻറ്റ്. 9.25 ഒരു പോയിൻറ്റ് വേണം ഇതിൻ്റെ കറക്റ്റ് കണക്ക്. അതായത് 37.5 4/1 ഭാഗം. അതാണ് ഇതിൻ്റെ 1.5 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുത്തു. അതിനുശേഷം കൈക്കുഴി ഒരു ഇഞ്ചൊക്കെ കുഴിച്ച് മാർക്ക് ചെയ്യാണ്. നമ്മുടെ ഈ കൈ വരയ്ക്കുന്നതിൻ്റെ പകുതി ഒരു 3.25 നിന്നൊക്കെ തുടങ്ങിയാൽ മതി. ഇങ്ങനെ 1.5 ഇഞ്ചിലേക്ക് നമ്മൾ 1 ഇഞ്ച് കുഴി കൊടുത്ത് ഇങ്ങനെ വരച്ചെടുക്കണം. അതിനുശേഷം നമുക്കിവിടെ 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ചു പോകാൻ വേണം. നമ്മുടെ കൈയുടെ അളവ് കൈയുടെ ഈ ആം ഹോളിൻ്റെ അളവ് കിട്ടിയേക്കുന്നത് കറക്റ്റ് അളവ് 15 അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി വേണം നമ്മൾ വെട്ടുമ്പോൾ എടുക്കാനായിട്ട്. കൈക്കുള്ള ലൂസാണത്, മൊത്തത്തിലുള്ള ലൂസാണ് 1 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ 16ൻ്റെ പകുതി ഇവിടെ കിട്ടണോ എന്ന് നോക്കണം നമ്മളിതിനെ അളന്ന് വെച്ച്. 8 ഇഞ്ച്. അപ്പോൾ നമ്മുടെ ഷോൾഡർ കറക്റ്റായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഷേപ്പിൻ്റെ ലെങ്ത്ത് 12. ഷേപ്പ് വണ്ണം വരുന്നത് 31. ഷേപ്പ് വണ്ണത്തിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടണം. 34. അപ്പോൾ 34ൻ്റെ 4/1 ഭാഗം നമ്മൾ എടുക്കണം. അറിയാൻ പാടില്ലാത്തൊരു ടേപ്പ് വട്ടം പിടിക്കുക. 34ൻ്റെ പകുതി 17. 17ന് ഒരു പ്രാവശ്യം കൂടി പകുതിയാകുമ്പോൾ കിട്ടുന്നതാണ് 8.5 നമുക്ക് കിട്ടുന്നത്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. 8.5. അപ്പോൾ ഷേപ്പിൻ്റെ വണ്ണം നമുക്ക് 8.5 കിട്ടിയത്. ആ 8.5 നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ താഴത്തെ വണ്ണം നമ്മൾ മുകളിൽ ഏകദേശം തന്നെ 37 തന്നെയാണ് നമ്മൾക്ക് താഴെയും കിട്ടിയേക്കുന്നത്. താഴത്തെ ഈ വയറിൻ്റെ ഇവിടെയുള്ള വണ്ണാണത്. അത് 37 തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 9.25 കൊടുത്ത് 9.25 37ൻ്റെ 4 എടുക്കുക. 9.25 9.25 കൂടെ 1.5 ഇഞ്ച് തലത്തുമ്പും കൊടുത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. മാർക്ക് ചെയ്തെടുത്തു.
പിന്നെ നമുക്കിവിടെ ബാക്കിൽ സിബ് വെക്കണമെങ്കിൽ ഇതിപ്പോൾ സിബ് വെക്കേണ്ട നിങ്ങൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ഇത് സിബൊന്നും വെക്കേണ്ടെന്നുണ്ടെങ്കിലുള്ള അളവാണ് ഇപ്പോൾ ഇത് കാണിച്ചു തന്നത്. ഇനി സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇടണം. എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മളിവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, 7.5 ഇവിടെ വരും. അപ്പോൾ അത് അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ എനിക്കിവിടെ സിബ് വയ്ക്കണം, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി കൂട്ടിയാണ് ഇവിടെ വെട്ടിയെടുക്കുള്ളൂ. ഞാൻ മാർക്കൊന്നും ചെയ്തിട്ടില്ല, മാർക്ക് ചെയ്ത് കാണിച്ച് തന്നതാണ്. വേറൊരു സിബ് വെട്ടുന്നതിൽ ഞാനത് കാണിച്ചു തരാം. ഇതിനകത്തിപ്പോൾ ഞാൻ എക്സ്ട്രാ ഞാൻ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് സിബ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇഞ്ച് ഇത് മടക്കി വെച്ചതിന് ശേഷം വേണം ഈ ഷോൾഡർ മാർക്ക് ചെയ്യാനും ആം ഹോൾ മാർക്ക് ചെയ്ത് ഇവിടെയും അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഈ ഒരു ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗം വെട്ടിക്കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ട് വെട്ടാം. ഞാനിത് ഫ്രണ്ട് വെട്ടാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ബാക്ക് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഞാൻ എക്സ്ട്രാ കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ അടിക്കാനറിയാം. അപ്പോൾ ഈ സിബ് വയ്ക്കുന്ന കാര്യം ഞാനും വിട്ടുപോയായിരുന്നു. പിന്നെയാണ് സിബ് വയ്ക്കുന്ന കാര്യം പറഞ്ഞ് ഓർത്തത്. അപ്പോൾ നമുക്കിത് ഫ്രണ്ടിലേക്ക് എടുക്കാം. ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ വരച്ചിട്ട് ഇത് വേണ്ട, കറക്റ്റ് അളവിൽ തന്നെ നമ്മളിത് എടുക്കുക. കാണിച്ചു തരാം. നമ്മളിവിടെ എക്സ്ട്രാ കുറച്ച് വിട്ടിട്ടുണ്ടായി, അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാണ്. ഫ്രണ്ട് പീസായിട്ട് എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റ് അളവിൽ തന്നെ ഞാൻ ആ കട്ട് ചെയ്യാൻ വെച്ചേക്കുന്ന അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പം നമ്മളിത് ഫ്രണ്ടിൻ്റെ അളവാക്കി മാറ്റി. നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തിരുത്താനും പഠിക്കണം. അപ്പോൾ അതിനുള്ളൊരിതാണ്. നമ്മൾ ഒരുപാട് തയ്ച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇച്ചിരി ഞാൻ കൂട്ടിയിട്ടാലും നമുക്ക് സിബ് വെച്ചാലും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബാക്കിന് അളവെടുക്കുകയാണ്. ഈ ഫ്രണ്ടിൻ്റെ അളവിൽ നിന്ന് 1 ഇഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നുകൂടി കാണിച്ചു തന്നെ. 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നീക്കിയാണ് ഇട്ടേക്കുന്നത്. ഇത് സിബിന് നമ്മൾ മടക്കിപ്പോകാനുള്ള 1 ഇഞ്ച് നീക്കിയിട്ടിട്ട് ഈ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ. ക്രോപ്പ് ടോപ്പ് മോഡലാണെങ്കിലും ഇതിന് കുറച്ച് ഇറക്കം വയ്ക്കാൻ പറഞ്ഞേക്കുന്ന ഒരു ടോപ്പാണ്.
നമ്മൾ ആദ്യം വെട്ടിയത് ഫ്രണ്ടിൻ്റെ അളവായിട്ട് എടുത്തു. ബാക്കിൻ്റെ അളവ് രണ്ടാമത് വെട്ടിയത്. അപ്പോൾ 1 ഇഞ്ച് നീക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനി ഞാൻ അടിക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിനകത്ത് സിബ് വയ്ക്കണേന്നുള്ളത്. ഇനി നമ്മൾ നല്ല തുണി വെട്ടിയെടുക്കണം. നല്ല തുണി വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് നോക്കണം ഇന്ന് എത്രയൊക്കെയാണ് അളവുകൾ. കഴുത്തൊക്കെ ഇതിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അളവ് നോക്കി വേണം നമ്മൾ ചെയ്തെടുക്കാൻ. 7 ഇഞ്ച് വന്നിട്ടുണ്ട്. 7 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്കിത് മടക്കി കറക്റ്റ് അളവിലാണ് കഴുത്തുകൾ വന്നേക്കുന്നത്. നമുക്കിത് എത്ര കിട്ടും നോക്കണം. 18 ഇഞ്ചാണ് അവർക്ക് വേണ്ടത്. ഇത് 4 ഇങ്ങനെ മടക്കിയിടുക കറക്റ്റാക്കി. കൈക്കുള്ള ഇത്രയും പീസേ ഉള്ളൂ കൈക്ക്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടണം. അപ്പം ഞാൻ ബാക്ക് പീസ് വെച്ചിട്ടാണ് വെട്ടിയെടുക്കണേ. ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ 2 പീസും വെട്ടിയെടുത്തു. ഇനി ഇത് അടിക്കുമ്പോൾ ഇതിൻ്റെ കഴുത്ത് എങ്ങനെ മറിച്ചടിക്കണേന്നൊക്കെ കാണിച്ചു തരാം. അതിന് ശേഷം കൈക്ക് നമുക്ക് ഇങ്ങനെ എടുത്താലാണ് ആ ഡിസൈൻ ഇങ്ങനെ നേരെ വന്നിരിക്കുന്നത്. ഇങ്ങനെ എടുത്താലാണ് ഡിസൈൻ്റെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ആദ്യം നമ്മൾ ലൈനിങ്ങിൽ വെട്ടി കാണിക്കാം. ലൈനിങ് ആദ്യം 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇത് വീണ്ടും 4ആയിട്ട് മടക്കിയിടണം. 4 പീസ് കയ്യിൽ വരാൻ പാടില്ല. ഈ ലൈനിങ് ആയതുകൊണ്ട് കറക്റ്റ് അടിയിലൊക്കെ വലിച്ചിട്ട് ഇട്ടില്ലെങ്കിൽ കയറി പോകും. ലൈനിങ് കയറിയിരിക്കും. നമുക്ക് 10 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മളൊരു 1 ഇഞ്ച് അടിയിൽ 11 ഇഞ്ച് മടക്കി അടിക്കാനും ഒരു 1/2 ഇഞ്ച് മുകളിൽ പോകാനും 11.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എട്ട് ഇഞ്ചാണ് നമുക്ക് മുകളിൽ കിട്ടിയാണ് കൈയുടെ വണ്ണം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ചേർത്ത് ഇവിടുന്ന് സ്ട്രെയിറ്റായിട്ട് 1 ഇഞ്ച് സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുക. അതിനുശേഷം ഒരു മുകളിൽ നിന്നൊരു 3.5 ഇഞ്ചിലാണ് ഞാനിവിടെ കൈ മാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ വണ്ണം 10 ഇഞ്ചാണ്. ഇപ്പം ഒരു 5 ഇഞ്ചിലാണ് ഞാൻ 10ൻ്റെ പകുതി 5 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഈ 1.5 ഇഞ്ച് സീം അലവൻസ് നമുക്ക് കൈക്കൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കൂട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തുണി ഇല്ലാതെ വരരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് തന്നെ എല്ലായിടത്തും കൊടുത്തു പോകുന്നത്. ഇത് നേരെ വെട്ടാം. അത് കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് നല്ല തുണിയിൽ കൈ കിട്ടുമോ എന്നുള്ളത് നോക്കണം. ഞാൻ നേരെയാണല്ലോ ഇതിൻ്റെ ഡിസൈൻ നേരെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വയ്ക്കുക.
കുറച്ച് പോരായ്മകൾ വന്നാൽ തന്നെ ഇവിടെ ചിലപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുറേ ജോയിൻ ചെയ്ത് വച്ചേക്കുന്ന പീസിലേക്കാണ് ഇത് വന്നേക്കുന്നത്. നോക്കാം. പൊടിക്കാണ് വ്യത്യാസം വന്നിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. അത് തയ്യൽ തുമ്പിലേക്ക് പോകണം. 1.5 ഇഞ്ച് ഇട്ടേക്കുന്നതിലേക്ക് പോകുന്നതാണ്. നമ്മൾ ലോക്കൊക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. അപ്പം അങ്ങനെ നമ്മുടെ കൈയും വെട്ടി. ഇനി നമുക്കിത് തയ്ക്കണ കാണാം. നമ്മളിത് തയ്ക്കാൻ പോവാണ്. ഈ വെട്ടി വെച്ചിരുന്ന ലൈനിങ്, ഫ്രണ്ട് വശത്തിൻ്റെ ലൈനിങ്ങിന് നടുക്കായിട്ട് നമ്മൾ ഇവിടെ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൊരു നോച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ ബാക്ക് സൈഡിൻ്റെ അളവിലാണ് ഫ്രണ്ടും വെട്ടിയിട്ടേക്കുന്നത്. ഇച്ചിരി കൂടുതലുണ്ടാവും. ഈ കഴുത്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം, കഴുത്തിൻ്റെ ഡിസൈൻ ഇവിടെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇവിടെയും ഒരു നോച്ച് കൊടുക്കണം. നമുക്ക് ഓൾറെഡി കഴുത്ത് അടിച്ച് വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് വേണം ഇത് അടിച്ച് മറിച്ചിടാൻ. നല്ല വശം ഷോൾഡറിൻ്റെ ഈ നല്ല ഭാഗങ്ങളും രണ്ടും നേരെ വരാൻ പാകത്തിന്. അതായത് ഇതാണ് നല്ല വശം, ഇതിൻ്റെ നല്ല വശം ഇതാണ്. അപ്പോൾ ഈ നോച്ച് രണ്ടും ഇവിടെ നേരേക്ക് വരാൻ പാകത്തിന് വച്ചതിന് ശേഷം നമുക്കൊരു 15 ഇഞ്ച് ഷോൾഡറൊക്കെ ഉള്ള ഒരാൾക്ക് 6, 6.25, 6.5 മതി. നമുക്കിത് 7 ഇഞ്ച് ഉണ്ട്. ഇവിടെ 7 ഇഞ്ച് ഉണ്ട്. അപ്പം നമ്മൾ ഒരു പൊടിക്ക് ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചു പോകാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് കഴുത്ത് നീങ്ങി പോകാതിരിക്കാനായിട്ട് ഇവിടെ ഒരു അടിപ്പ് കൊടുക്കുകയാണ്. നമ്മൾ നേരെ വെച്ചിട്ട് കൊടുക്കും. അതിനുശേഷം ബിഗിനേഴ്സ് ആകുമ്പോൾ ഇത് മുകളിൽ ഇത്ര വെച്ചടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നിങ്ങളിത് തിരിച്ചിടാം. നമ്മളിത് അടിച്ചു വെച്ചിട്ടുണ്ട്, തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊരു 6.5 ഇഞ്ച് മതി കഴുത്തെങ്കിൽ. ഇവിടെ 7 ഇഞ്ച് കഴുത്തുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ 4 ഇഞ്ച് കുറച്ച്, അതായത് നല്ല തുണി കുറച്ച് അകത്തോട്ട് കയറ്റി ഒരു 4 ഇഞ്ച് അകത്തോട്ട് കയറ്റി അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തടിച്ച് കറക്റ്റായിട്ട് അടിച്ചു കൊണ്ടുവരണം. നമ്മൾ അപ്പുറ സൈഡിലൊരു 4 ഇഞ്ച് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും നമ്മൾ ആ 4 ഇഞ്ച് ഒരു പൊടിക്ക് ഇവിടെ ഇങ്ങനെ കയറ്റി വയ്ക്കുന്നുണ്ട്. എന്നാലാണ് നമ്മുടെ കറക്റ്റ് അളവിലേക്ക് നമ്മുടെ കഴുത്തിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് 6.25, 6.5 മതി. 6 ആയാലും കുഴപ്പമില്ല. ഒരു 6.25 ഇത് കിട്ടാൻ പാകത്തിനായാലും മതി. കാരണം എന്താ വെച്ചാൽ അധികം വണ്ണമില്ലാത്തവർക്കൊക്കെ 7 ഇഞ്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ കഴുത്ത് മലന്നു പോകും. നമ്മൾ 6 ഇഞ്ച് 6.5 ഇഞ്ച് എത്രയാണ് വേണ്ടത് നിങ്ങളുടെ അളവെന്ന് വെച്ചാൽ അത് കിട്ടാൻ കരുതി വേണം നമ്മൾ ഇത് വയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ കഴുത്തടിച്ച് എടുക്കേണ്ട ഇതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിടണം. നല്ല വശമുള്ള കൂട്ടി വെച്ചേക്കുന്നത് ഇങ്ങനെ വെട്ടി ഒരു 4 ഇഞ്ച് കഴുത്തിൻ്റെ ചുറ്റും കളയണം. അകത്തെ ഭാഗം അടിച്ച് തീർത്തതിന് ശേഷം കേട്ടോ, അകത്തെ ഭാഗം ഇങ്ങനെ 4 ഇഞ്ച് വെട്ടി കളയാം. അതിന് ശേഷം ഈ കഴുത്തിന് ചുറ്റും ഒരു 4 ഇഞ്ച് ഇങ്ങനെ
നമ്മൾ അടിച്ചാണ് അടുപ്പുമ്പോൾ കൊള്ളാതെ വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ലൈനിങ്ങിനെ തിരിച്ചിടുക. നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുത്തടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതോടെ ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം കഴുത്ത്. ആ ലൈനിങ്ങൊക്കെ അകത്തേക്ക് പോകാൻ പാകത്തിനാക്കിയതിന് ശേഷം അടിച്ചിട്ട് വരാം കേട്ടോ. ഇങ്ങനെ മൊത്തം ഇങ്ങനെ അടിച്ച് തീർക്കണം. നമ്മുടെ കഴുത്തിൻ്റെ അകലം 6.5 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് അടിച്ചത്. തുണി അകത്തോട്ട് കുറച്ച് കയറ്റി വെച്ച് അടിച്ചു. അപ്പോഴാണ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റുള്ളൂ. ഇനി ബാക്ക് കഴുത്ത് ഇതുവരെ തന്നെ അടിച്ചെടുത്തിട്ട് കാണാം. ബാക്ക് കഴുത്ത് അടിക്കുമ്പോൾ നമ്മൾ ഇവിടെ കുറയ്ക്കുന്നില്ല. ഇങ്ങനെ കുറച്ചിങ്ങനെ കയറ്റി വെച്ച് കുറയ്ക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് സിബ് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാനത് ഒട്ടും കുറയ്ക്കുന്നില്ല. സിബ് വയ്ക്കുമ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് കിട്ടിപ്പോകും. അപ്പോൾ ഇതിന് തുമ്പത്തേക്കൂടെ തന്നെ ഇങ്ങനെ അടിച്ച് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഫ്രണ്ട് വശത്തെ പോലെ തന്നെ ഞാൻ കഴുത്ത് മറച്ചടിച്ച് ഇവിടെ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി അതുമാതിരി തന്നെ ഇവിടെ ഈ എല്ലാ ഭാഗത്തും നമ്മൾ അടിച്ച് ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ 4 സൈഡും ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്തിട്ട് വരാം. ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിടുകയാണ്. കഴുത്ത് നല്ല കറക്റ്റായി വെച്ചതിന് ശേഷം നമ്മൾ സിബ് വയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഞാൻ അടിഭാഗം മാത്രം അറ്റാച്ച് ചെയ്തിട്ടില്ല. ലൈനിങ്ങായിട്ട് സിബ് വെച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റാക്കി അടിഭാഗം വെച്ചതിന് ശേഷം 4 സൈഡും കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തെടുക്കണം. രണ്ട് സൈഡിൽ നിന്നും ഒരു ഇഞ്ചൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അളവ് കറക്റ്റാവും. അതുകൊണ്ടാണ് ഇതിലൊട്ടും കുറയ്ക്കാതെ കഴുത്ത് അടിച്ചെടുത്തത്. നമ്മൾ കൈ അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ 2 സൈഡിലും നമുക്ക് കൈ കുറച്ച് കുറവാണ് കിട്ടിയിരിക്കുന്നത് ഈ നല്ല തുണിയിൽ. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഇവിടെ ഇങ്ങനെ പീസ് വെച്ച് അറ്റാച്ച് ചെയ്യണം. ഒരു പീസ് ഇവിടെയും ഒരു പീസ് ഇവിടെയും വെച്ച് 2 സൈഡിലും അറ്റാച്ച് ചെയ്യണം. എന്നാലാണ്. അപ്പോൾ നമ്മൾ 2 പീസ് എടുക്കാം. കുറച്ച് കുറവുണ്ടായിരുന്നല്ലോ നമ്മൾ കൈ വെട്ടിയപ്പോൾ. അപ്പോൾ 2 പീസ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. മുകളിലൊരു പതിച്ചടി കൊടുക്കണം. അപ്പുറത്തെ സൈഡ് മാതിരി തന്നെ ഒരു പീസ് വെച്ച് അറ്റാച്ച് ചെയ്യണം. ഇവിടെ നമ്മൾ ഹാൻഡിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യണം. ലൈനിങ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത്
കഴിഞ്ഞതിന് ശേഷം ബാലൻസ് തുണികൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ലൈനിങ് നല്ല തുണിയായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം, താഴത്തുനിന്ന് അറ്റാച്ച് ചെയ്യാണ്. ഇങ്ങനെ മൊത്തം റൗണ്ടായിട്ട് അടിച്ചു. മൊത്തം കാണിക്കാതെ ഇരുന്നത് ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് എൻ്റെ സൈഡിലുള്ള ഈ വേസ്റ്റ് തുണികൾ നമ്മൾ കുറച്ച് കൂടുതൽ വെട്ടി അടിച്ചിട്ടുണ്ടായല്ലോ, അതിൻ്റെ വേസ്റ്റൊക്കെ ഉള്ളത് ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് ഇത് കറക്റ്റ് ലെവലിലെടുത്ത് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്തു. അടി ഇങ്ങനെ മടക്കി അടിക്കണം. നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അര ഇഞ്ച് വെച്ച് ഇങ്ങനെ മടക്കി അടിക്കണം. നമ്മളിങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് കൈയും അതുപോലെ തന്നെ മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഒരുപാട് ലെങ്തി ആയി പോവും രണ്ട് കൈ അടിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് കൈയും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഇനി നമുക്ക് സിബ് പിടിപ്പിക്കുന്നത് കാണാം. നമ്മളിതിൽ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച് നമ്മൾ വിട്ടുണ്ടായിരുന്നു സിബ് പിടിപ്പിക്കാനുള്ള. അത് ഈ 1 ഇഞ്ചിൻ്റെ അവിടെ വെച്ചതിന് ശേഷം സിബ് സൈഡിൽ ഇങ്ങനെ പിടിപ്പിച്ചു. അപ്പുറം സൈഡിലും കൂടി സിബ് പിടിപ്പിച്ചിട്ട് വരാം. ഇവിടെ ഇത്രയും പൊക്കിയാണ് വെച്ചാൽ പലവരി തന്നെ ഇവിടെ സിബിൻ്റെ അവിടെ കുറച്ച് പൊങ്ങി പൊക്കി വെച്ചിട്ട് 1 ഇഞ്ച് കൂട്ട് മാറിയിട്ടില്ല. അത് കാരണം നെറ്റ് അകത്തിയിട്ടാണ് അടിക്കണം. തിരിച്ചടിക്കുന്ന കറക്റ്റായിട്ട് സൈഡിൽ കൂടെ തന്നെ ഭാഗത്തിന് പതുക്കെ അകത്തി കൊടുത്താൽ മതി. ഇവിടെ ബാലൻസ് വരുന്ന തുമ്പ് നമുക്കിങ്ങനെ മടക്കി അടിക്കണം. ഇവിടെ ഇങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടി.
അതുപോലെ തന്നെ ഇപ്പുറ സൈഡും ഈ കൂടുതലുള്ള വശം ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ സിബ് അടിച്ച് കഴിഞ്ഞ് നമ്മൾ അതിനുശേഷം ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്യണതിന് മുമ്പ് ഇവിടെ കൂടുതൽ വന്നേക്കുന്ന നെറ്റുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. നമ്മൾ അതിൻ്റെ ഷോൾഡർ കൂട്ടിയടിക്കാൻ പോവാണ്. അപ്പോൾ സൈഡെല്ലാം ജോയിൻ ചെയ്ത് വച്ചിട്ടുണ്ട്, ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത്. ഷോൾഡർ നമ്മൾ ഷോൾഡർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ലോക്ക് ചെയ്തതിന് ശേഷം കൈ പിടിപ്പിക്കണം. നമുക്ക് കൈ ആഡ് ചെയ്യണം. ഇപ്പോൾ കൈയുടെ നടുക്കായിട്ട് ഇങ്ങനെ സെൻറ്റർ ഭാഗം കണക്കാക്കി ഇവിടെ ഒരു നോച്ച് കൊടുക്കണം. അതിന് ശേഷം അത് ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത ഭാഗം കറക്റ്റായി വരുന്ന വിധം വെച്ചിട്ട് അടിച്ചെടുക്കുക. അവിടെ നിന്ന് തിരിച്ച് കൈ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു.
അടിച്ച് കഴിഞ്ഞ് ഞാൻ അപ്പുറ സൈഡിൽ കൈ കൊണ്ട് അടിച്ചിട്ട് വരാം. നമ്മൾ കൈയൊക്കെ അടിച്ച് കഴിഞ്ഞ് രണ്ട് സൈഡിലും ഇനി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യണം. 4 മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 9.25 9.25. ഷേപ്പ് ലെങ്ത്ത് വരുന്നത് 12. 18 ഇഞ്ചാണ് നമുക്കിവിടെ അടിവണ്ണം വരുന്നത്. ഷേപ്പിൻ്റെ വണ്ണം വരുന്നത് 8.25. അതിവിടെ മാർക്ക് ചെയ്തു. അടിവണ്ണം വരുന്നത് 9.25 തന്നെയാണ്. അങ്ങനെ മാർക്ക് ചെയ്തു. നമുക്കിവിടെ ഹാൻഡ് ലെങ്ത്ത് 10 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. തിരിച്ച് ഇപ്പുറ സൈഡിലതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. ഒമ്പതേകാല് 12 18. ഷേപ്പ് ലെങ്ത്ത് 12. 12ൻ്റെ ഇട 8.25. താഴെ 9.25. ഇടവണ്ണ 5. ഇവിടെ ഒരു ഇച്ചിരി കയറി പിടിച്ചിട്ടുണ്ട് താഴത്തുനിന്ന്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കളയും. അടിച്ചപ്പോൾ കയറി പിടിച്ചതാണ്. ആദ്യം അടി മടക്കി അടിക്കുകയാണ്. പറ്റിക്കണ്ടായോ? നമ്മളിതിൻ്റെ സൈഡിൽ ജോയിൻ ചെയ്യാണ്. സൈഡ് ജോയിൻ 5 ഇഞ്ച് കൈയുടെ വീതി നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. താഴത്തേക്ക് രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് വെച്ചാണ് ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് കൈ ജോയിൻ ചെയ്യാൻ. അല്ലെങ്കിൽ കൈയുടെ ഇത് രണ്ടും വ്യത്യാസം വരും നമ്മൾ അടിച്ചു വരുമ്പോൾ. അപ്പോൾ ജോയിൻ ചെയ്ത് ഷേപ്പ് മാർക്ക് ചെയ്ത് നോക്കി അടിച്ച് താഴത്തേക്ക് നമ്മുടെ ലെഹങ്ക അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടിച്ച് സെറ്റായിട്ടുണ്ട്. നമ്മൾ
രണ്ട് സൈഡ് നമ്മൾ അടിച്ച് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ലെഹങ്ക തയ്ക്കുന്നത്. ലെഹങ്കയുടെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞാൽ ഇനി പാവാടയുണ്ട്, നമുക്കത് കട്ട് ചെയ്ത് റെഡിമെയ്ഡ് പാവാടയാണ്, അതിൻ്റെ സൈഡ് അടിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പിന്നെ ആ ഓളെന്ന ഓപ്ഷനിലൊന്ന് ബെൽ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് നമ്മൾ ഇടുന്നതെല്ലാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.